ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിൽ ആയിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വചന വെളിപാടുകൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്തു പോയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കൃപാസനത്തിൻ്റെ ഓൺലൈൻ ശുശ്രൂഷകളിൽ ഏറെ പ്രത്യേകമായിട്ട് ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും എല്ലാ ദിവസവും 5:30 മണിക്ക് അവർ ഡെയിലി ബ്രെഡ് എന്ന വലിയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കണ്ണുനീരോടെ നിയോഗം സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ പുനഃസമർപ്പണം ചെയ്ത് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇനിയും ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഇടപെടലിനെ പറ്റി അറിയാത്ത മക്കളിലേക്ക് ഈ ഒരു വലിയ പ്രത്യക്ഷീകരണ സന്ദേശം കൈമാറുവാൻ ഈശോയെ, ഈ ആലയത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഓരോരോ രാജ്യങ്ങളിലേക്കും ഞങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലേക്കും അധിക അഭിഷേകം നൽകി അയക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവസ്നേഹത്താൽ ജ്വലിച്ച് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. സഹനത്തിൻ്റെ വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയെ, ദൈവഹിതം മാത്രം അന്വേഷിക്കുവാനും നിന്റെ നാമ മഹത്വത്തിനായി വേണ്ടി മാത്രം ജീവിക്കുവാനും ഈശോയെ, മരിയൻ ഉടമ്പടി വഴിയായി ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഒരിക്കൽ കൂടി ഇരുകരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സ്തുതി ഈശ്വര. പരിശുദ്ധ പരമ ദിവ്യകാ
കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് എടുത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാതാവിൻ്റെ ഈ തെരുനടയിൽ ഞങ്ങളെ സാക്ഷ്യം പറയാൻ അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സവിത ഡെന്നി, വീട് വരാപ്പുഴ. ഇതെൻ്റെ മക്കൾ അന്ന, ഡാനിയേൽ. ഞങ്ങൾ വരാപ്പുഴ അതിരൂപതയിലെ തേവർഗാഡ് തിരുഹൃദയ ദേവാലയാംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടിയെടുത്തത് 2022 ജൂണിലാണ്. അതിനു മുന്നേ 2018 ഞാൻ എൻ്റെ അമ്മയോടൊപ്പമാണ് ആദ്യമായി ഇവിടെ വന്നത്. എല്ലാ മാസവും ഞാനിവിടെ വന്ന് സ്ഥിരമായി പ്രാർത്ഥിച്ചു പോകുമായിരുന്നു. 2022 ഞാൻ ഉടമ്പടിയിലേക്ക് ആദ്യം വന്നത്. ആദ്യം തന്നെ ഞാൻ ഉടമ്പടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചു പോരുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. പിന്നെ എൻ്റെ മകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നത്. ഉടമ്പടി പുതുക്കി. എൻ്റെ ജോലി എനിക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർ വന്നായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകുവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടത്. ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രൈവറ്റ് ജോലിയല്ലേ, കുഴപ്പമില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്ന് ജോലി റിസൈൻ ചെയ്തു. പിന്നീട് ആ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അതിനേക്കാളും നല്ല സാലറിയോടുകൂടി നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി ലഭിച്ചു. ഇപ്പോഴും ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകന് 10ാം ക്ലാസ്സിൽ CBSE ആയിരുന്നു. ആ സമയത്ത് അവന് പഠിക്കാൻ കുറച്ച് മടിയായിരുന്നു. കുറച്ച് സമയം ആളിരുന്ന് പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് അവന് 50% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് അവന് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവന് ഒരു 75% മാർക്ക് അമ്മ മാതാവെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് അവന് ലഭിച്ചു. കൂടാതെ എനിക്കൊരു 15 വർഷത്തോളമായി എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. വെർട്ടിൻ 16 ഞാനൊരു 2-3 ഗുളിക ദിവസവും കഴിക്കുമായിരുന്നു. അതുകൂടാതെ പുറം വേദന, പെടലി വേദന, ഷോൾഡർ വേദനയൊക്കെ സ്ഥിരമായി ഉണ്ടാകുമായിരുന്നു. ഒരു അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരിക്കും. ഇരുന്നുള്ള ജോലി കൊണ്ട് തന്നെ പെടലി വേദനയും സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഓയിൽമെൻറ്റ് തേക്കും, മെഡിസിൻ കഴിക്കും, പിന്നെ അതുപോലെ തന്നെ ചൂട് പിടിക്കും. അങ്ങനെയുള്ളതിലേക്ക് കൂടിയൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ 1 വർഷത്തോളമായി തലകറക്കത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ അസുഖങ്ങൾക്കൊന്നും ഞാൻ യാതൊരുവിധ മരുന്നും കഴിക്കുന്നില്ല. പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ബിസിനസ്സായിരുന്നു. 1 വർഷത്തോളമായി ഭർത്താവിന് ബിസിനസ്സൊന്നുമില്ലാതെ ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുമായിരുന്നു വീട്ടിൽ. ആ സമയത്ത് ഞങ്ങളിവിടെ നിയോഗം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ പാപ്പക്ക് വിദേശത്തേക്ക് പോകാനുള്ള ജോലി പോകുവാൻ വേണ്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് അമ്മ നിയോഗം വെച്ച് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, പപ്പ അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനത് എഴുതില്ല. നമ്മളത് ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാനത് എഴുതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ എഴുതേണ്ടത്, അമ്മ അത് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എഴുതി. ആ മാസം തന്നെ ഞങ്ങളതിന് വേണ്ടിയിട്ട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാസം തന്നെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുവാണെന്ന് പറഞ്ഞു. ഞങ്ങളിത് ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അന്ന് തുടങ്ങി തന്നെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 6 മാസത്തിനുള്ളിൽ ആൾ ദുബായിലേക്ക് പോയി. ഇപ്പം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മോക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യം അവൾ പറയും. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ഞങ്ങളുടെ പള്ളികളിൽ തന്നെയാണ് പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനത് ബസ് സ്റ്റാൻഡിലേക്കും പിന്നെ വഴിയിൽ കൂടി പോകുന്നവർക്കും ഞാൻ കൊടുക്കാൻ തുടങ്ങി. മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചിലവർ പത്രം കാണുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയും. നമ്മളത് സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചു വാങ്ങും. എന്നാലും പിന്നെയും പിറ്റേ ദിവസവും ഞാനത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ചെയ്തു. ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ അതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. അവരോടുകൂടെ കുറച്ച് സമയം ചെലവഴിക്കും. സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കും. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലും. പള്ളിയിൽ സ്ഥിരം കുർബാനയ്ക്ക് പോവാറുണ്ട്. 2 ആഴ്ചയ്ക്ക് കൂടുമ്പോൾ കുമ്പസാരിക്കും. ബൈബിള് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്.
ആത്മീയമായിട്ട് ഇപ്പോൾ നമുക്ക് കൊന്ത ചെല്ലാനും കൂടുതൽ മറ്റുള്ളവരോട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമ്മൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരോട് തിരിച്ചൊന്നും പറയാതെ അവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആത്മീയതയിൽ വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് കിട്ടിയ സാക്ഷ്യം അവൾ പറയും. എൻ്റെ പേര് അന്ന. എനിക്കിപ്പോൾ 19 വയസ്സായി. 18 വയസ്സായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയണതും ഞാൻ കൃപാസന മാതാവിൻ്റെ ഒപ്പം ഒരു ജേണി തുടങ്ങണത് ഞാൻ 8th പഠിക്കുമ്പോഴായിരുന്നു. 8th പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പഠിക്കില്ല, ഭയങ്കര ഉഴപ്പായിരുന്നു. എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ഒരു ശോകാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് തളർന്ന്, ടീച്ചേഴ്സിനായാലും എന്നെക്കുറിച്ച് ഭയങ്കര കംപ്ലൈൻറ്റും ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഭയങ്കര കരഞ്ഞ് തളർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു രാത്രി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പ് അനുഭവപ്പെടുകയും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് നീ എന്തിനാ കരയണേ, വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഞാനില്ലേ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. ആ ടൈമിലാണ് മമ്മി ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നിരുന്നത്. അപ്പോൾ കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടുന്നൊരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ അനുഭവത്തിന് ശേഷം എനിക്ക് നന്നായി പഠിക്കാനുള്ളൊരു പ്രചോദനവും നന്നായി പ്രാർത്ഥിക്കാനുള്ളൊരു ഇൻസ്പിറേഷനും കിട്ടി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് ഞാൻ തന്നെ എനിക്കങ്ങനെ തോന്നി ചെയ്യാൻ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കാനും ആരംഭിച്ചു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങി. എക്സാംസിനൊക്കെ വളരെ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ 10th ആയപ്പോഴും എൻ്റെ CBSE ബോർഡ് എക്സാമിലൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പോൾ ഞാൻ പേഴ്സണലി നോക്കുമ്പോൾ ഞാൻ ഒരു 8th to 10th 2 വർഷ ഗ്യാപ്പിൽ ഞാൻ മാതാവായിട്ട് ചേർന്നു, മാതാവായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ലോ ഗ്രാഫിൽ നിന്ന് എൻ്റെ ഗ്രാഫ് അപ്പാവാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉടമ്പടീനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി പത്രം വായനയിലൂടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മമ്മിയും കൂടി ഉടമ്പടിയിൽ വന്നാലേ ഞങ്ങളുടെ കാര്യമൊക്കെ കൂടുതൽ സ്മൂത്തായിട്ട് പോവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ +1 +2 ഞാനതാണ് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോഴാണ് മമ്മിക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അങ്ങനെ മമ്മി കൃപാസനത്തിൽ വരികയും ചെയ്തത്. മമ്മിക്ക് ആക്ച്വലി ആ ഒരു ജോലി സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും എനിക്കൊരു സന്തോഷമായി. കാരണം മമ്മിക്ക് കൃപാസനത്തിൽ വരാനുള്ളൊരു അനുഗ്രഹമാക്കി മാതാവ് മാറ്റി തന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ മമ്മി ഉടമ്പടിയിൽ വന്നു. മമ്മിയുടെ ഉടമ്പടിയിൽ എനിക്ക് +2 ഹ്യൂമാനിറ്റീസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ടോപ്പറാകണം എന്നൊരു നിയോഗം മമ്മി വെച്ചിരുന്നു. ആ ഒരു നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് ഹ്യൂമാനിറ്റീസ് ടോപ്പറാവാൻ സാധിച്ചു. പിന്നെ എനിക്ക് CUT എക്സാം ക്ലിയർ ചെയ്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ എക്സാം എഴുതിയെങ്കിലും എനിക്ക് മാർക്ക് അധികം ഇല്ലായിരുന്നു. എക്സാം പാസ്സായി. പക്ഷെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാനുള്ള അത്രയും മാർക്ക് എനിക്കില്ലായിരുന്നു. കുറേ ഒരു 3-4 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചു. എനിക്ക് ഒരിടത്തൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റ് ഡൽഹി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു. അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു തമിഴ്നാട്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യണതിൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് അവിടെയും കൂടി വെച്ചിരുന്നു. മാതാവിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏത് സ്ഥലമാണ് നല്ലതെന്നുള്ളത്. അപ്പം മാതാവ് തന്നെ എനിക്ക് ഏതാണോ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് അവിടെ മാത്രം എനിക്ക് അഡ്മിഷൻ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു ദിവസം എനിക്കെന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് നിന്ന് എനിക്ക് കോൾ വന്നു. അവിടെ ആയാലും ഒരു 10 ലിസ്റ്റ് ഇറക്കിയിട്ട് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. എനിക്കങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്കത് മാർക്കും ഇല്ലായിരുന്നു, എനിക്കൊരു മെറിറ്റില്ലായിരുന്നു അവിടെ അഡ്മിഷൻ കിട്ടാൻ. പക്ഷേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. പിന്നെങ്കിൽ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ +2 എക്സാമിൻ്റെ ടൈമിൽ എനിക്കൊരു സബ്ജക്റ്റിൻ്റെ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡായിരുന്നു. എനിക്കതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് എന്ത് എഴുതണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഓരോ ആൻസേഴ്സും മാതാവ് എനിക്ക് പറഞ്ഞു തന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ജസ്റ്റ്
എപ്പോഴോ വായിച്ചു വിട്ട ഓരോ സെൻറ്റൻസുകൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാനും സാധിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പക്ക് പുറത്തേക്ക് പോണ കാര്യം അത് ഭയങ്കര ലാഗായിരുന്നു. അത് പപ്പക്ക് പോകാനേ കുറേ തടസ്സങ്ങൾ ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ വീട്ടിലും ആകെ ഞങ്ങൾക്ക് സങ്കടവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ദിവസം മാതാവിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു. പപ്പക്ക് പോകാനും പറ്റുള്ള, പപ്പക്കും ഭയങ്കര സങ്കടം, ഞങ്ങൾക്ക് കുടുംബത്തിൽ ആകെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ടെറസിൽ ഇങ്ങനെ തുണിയെടുക്കാൻ പോയപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇതായിട്ട് മഴവിൽ കാണാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ഞങ്ങൾക്ക് ആ ഒരു ടൈം ഭയങ്കര ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ മാതാവെ ഞങ്ങൾക്കൊന്ന് കടന്നു പോകാൻ പറ്റണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഒരു മാതാവിൻ്റെ മഴവിൽ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ പപ്പക്ക് പോകാനും സാധിച്ചു. പിന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഞാനതിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ കിട്ടിയില്ല, ഞാനും ഡിസപ്പോയിൻറ്റഡ് ആവാറില്ല. കാരണം എനിക്ക് ചിലപ്പോൾ കിട്ടും എന്നുള്ളൊരു സംഭവം മാത്രമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കാനുണ്ടാവുക. ചിലപ്പോൾ മാതാവ് അത് ഹോൾഡ് ചെയ്യും. അതിനേക്കാളും ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും തന്നെ മാതാവ് ബ്ലെസ് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കും ഗോഡ് ഓൾവേസ് ഹാസ് എ ബെറ്റർ പ്ലാൻ ഫോർ മീ. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും മാതാവ് എനിക്ക് തരിക. പക്ഷെ ഒരു കാര്യത്തിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറി ആവാറില്ല. മാതാവ് എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ തന്നെ ബ്ലെസ് ചെയ്യാറുണ്ട്. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് ഈശോയെ, മാതാവ് എനിക്കറിയില്ല എനിക്ക് ഏതാ നല്ലതെന്നുള്ളത്, നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് മാത്രം എനിക്ക് ഓരോന്നും നടന്നു കിട്ടിയാൽ മതി. എൻ്റെ പഠിക്കണ കാര്യത്തിലായാലും മുമ്പോട്ടുള്ള എല്ലാ കാര്യത്തിനായാലും അവരോട് ചേർന്ന് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഡിസിഷൻസ് ആയിരിക്കും ഞാൻ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ പബ്ലിക് പ്ലേസസിലും എല്ലായിടത്തും പത്രം കൊടുക്കുമായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടെയും പബ്ലിക് പ്ലേസസിൽ കൊടുക്കും. എന്നാലും കൂടുതലായി ഞാൻ റൂറൽ ഏരിയാസിലേക്ക് ഇറങ്ങി. അവർക്കൊന്നും കൃപാസനം അറിയേയില്ല. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ബ്രോക്കൺ തമിഴിൽ എങ്ങനെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വളരെ ബേസിക് ആയിട്ടായിരിക്കും ഞാൻ പറയും, ഇതിങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു പള്ളി കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ പത്രം വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങളിത് വായിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവർക്ക് തമിഴിൽ അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്രയും ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞവർക്കത് കൊടുക്കും. ഓരോ പത്രം കൊടുക്കുമ്പോൾ അതിൽ തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ കൊടുക്കാം. പിന്നെ സാക്ഷ്യം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനം ഷെയർ ചെയ്യാറുണ്ട്. ധ്യാനം ഞാൻ വളരെ സമയമെടുത്ത്, ചിലപ്പോൾ ഒരു ദിവസം എനിക്ക് അരമണിക്കൂർ കേൾക്കാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ ഒരു അരമണിക്കൂറായാലും ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് ഓരോ കാര്യങ്ങളും ആ ധ്യാനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി നാട്ടിലായിരിക്കുമ്പോൾ മമ്മിയുടെ കൂടെ വന്ന ഓരോ കാരുണ്യ പ്രവൃത്തിയിലും അമ്മയുടെ ഒപ്പം നിന്ന് ഞാൻ ചെയ്യും. അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ആർക്കും വേണ്ടാത്ത കുറേ ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ വീട്ടുകാരും അവരില്ലാത്തവർ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവരോട് കൂടി ഇരുന്ന് വർത്താനം പറയും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുന്നതിൽ സേവ് ചെയ്ത് ഞാൻ അവർക്ക് ഫുഡ് ഐറ്റംസോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ ഞാൻ അവർക്ക് വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കും. അല്ലാതെ മറ്റു രീതിയിൽ എനിക്ക് എന്തെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെങ്കിലും ഞാൻ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്ക് സാക്ഷ്യം പറയുവാൻ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് സ്റ്റെഫിന വർഗീസ്. ആലപ്പുഴ രൂപതയിലെ ചെട്ടിക്കാട് വിശുദ്ധ മരിയഗ്രേത്തി ദേവാലയമാണ് എൻ്റെ ഇടവക. ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് എനിക്ക് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് 1 വർഷമായിട്ടും എനിക്ക് ജോലി അങ്ങ് ലഭിക്കുന്നില്ല. പല ഇൻ്റർവ്യൂവും ഞാൻ അറ്റൻഡ് ചെയ്തു, അതെല്ലാം എനിക്ക് റിജക്റ്റായി പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെ പറ്റി അറിയുകയും അങ്ങനെ ഞാനും കൂട്ടുകാരിയുമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു പോവുകയും ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തു പോയെങ്കിലും സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയെങ്കിലും ആത്മീയപരമായിട്ട് ഞാനൊന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എല്ലാത്തിലും ഒരു മടിയായിരുന്നു എനിക്ക്. പിന്നീട് ഞാൻ ഈ മാസം ജനുവരി 1-ാം തീയതി ഞാൻ അച്ഛനുമായിട്ട് വന്ന് ഇവിടെ പുതുക്കി പ്രാർത്ഥിച്ചു. ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് എഴുതി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട്
ഇവിടുന്ന് പുതുക്കി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂവിനായിട്ട് ഞാൻ അവിടെ പോവുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുകയും അമ്മയുടെ കാശ് രൂപം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മയുടെ ഉപ്പ് ഞാൻ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം 2 വേക്കൻസിയേ ഉള്ളൂ. ആ വേക്കൻസി 2ഉം ഫുള്ളാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒരു വേക്കൻസി വരും, അതിലോട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് കഴിവില്ല, നിൻ്റെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോന്നു. അങ്ങനെ 1 മാസം എന്ന് പറഞ്ഞ അവർ 1 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി 14-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു. 1 മാസമെന്ന് പറഞ്ഞ് എന്നെ വിട്ടവർ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ശനിയാഴ്ച അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി 14-ാം തീയതി ഒരു വേക്കൻസി ഉണ്ട്, അതിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു അനുഗ്രഹം കിട്ടിയത് എനിക്ക് എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഒത്തിരി അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വന്നവരിലെല്ലാവരെയും അവർ പറഞ്ഞു വിട്ടു. ഞാൻ ആകെ ഒത്തിരി വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് അവിടെ ലഭിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഞാൻ അന്ന് പുതുക്കാൻ വന്ന സമയത്ത് അപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അപ്പ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അപ്പ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മകൾക്ക് ഇന്ന ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കണമെന്ന് അപ്പ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പയുടെ വിശ്വാസം കൂടുതലായിട്ട് വർദ്ധിച്ചു. അതുപോലെ ആത്മീയപരമായിട്ട് ഞാൻ വളർന്നു എന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് നല്ല മടിയായിരുന്നു. പിന്നീട് കാരുണ്യപ്രവൃത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാരുണ്യദീപം എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാൻ അവിടെ എന്നും 2 ആഴ്ച കൂടുമ്പോൾ പോയി അമ്മമാരെ കുളിപ്പിക്കുകയും നഖം വെട്ടി കൊടുക്കുകയും എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ കാരുണ്യപ്രവൃത്തികളും ഞാൻ ചെയ്യും. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. 1/2 മണിക്കൂർ ബൈബിൾ വായന, 1/2 മണിക്കൂർ കൂടുതൽ നേരം ഞാൻ ബൈബിൾ വായിക്കും. അങ്ങനെ അച്ഛൻ്റെ ധ്യാനവും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയും കൂടുന്നതിലൂടെ ഒത്തിരി ഞാൻ ആത്മീയപരമായിട്ട് വളരുകയും ഒത്തിരി പേരെ എനിക്ക് ഇതിലൂടെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്തു. എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എനിക്ക് എൻ്റെ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മകൾക്ക് ജോലി കിട്ടണമെന്നാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് നേരാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതാണെങ്കിൽ എൻ്റെ മകൾക്ക് ഇവിടെ ജോലി കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആശുപത്രിയിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി. അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.